പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്ക് ഒരു നിമിഷം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. 5 വയസ്സ് ഉള്ളപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ അപ്പൻ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ബ്ലേഡ് മേടിക്കാനായിട്ട് കടയിൽ പറഞ്ഞു വിട്ടു. 15 പൈസയാണോ 25 പൈസയാണോ തന്നു വിട്ടതെന്ന് എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. ഞാൻ ടൗണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആദ്യത്തെ കവലയിൽ കണ്ട ഒരു കുമ്മട്ടിപ്പിടിയെ പോയിട്ട് ഞാൻ ബ്ലേഡ് ചോദിച്ചു. അപ്പോൾ കടക്കാരൻ എന്നോട് പറഞ്ഞു ബ്ലേഡ് ഇല്ലെന്ന്. ഞാൻ കാണിച്ചു. ആ പൈസക്ക് ബലൂണും മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന് എന്ത് ചെയ്യടാ ബ്ലേഡ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെന്ന കടയിൽ ബ്ലേഡ് ഇല്ലായിരുന്നു, ആ പൈസ എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാൻ ബലൂൺ മേടിച്ചെന്ന് പറഞ്ഞു. അപ്പൻ എന്നെ അടിക്കാനായിട്ട് ഓടിച്ചു. ഞാൻ ഓടി അടുത്ത കശുമാൻ തോട്ടത്തിലേക്ക് ഞാൻ ഓടി. കശുമാവിൻ്റെ ഒരു കമ്പ് പറിച്ചിട്ട് എൻ്റെ പുറത്തടിച്ചു. എനിക്ക് തോന്നുന്നത് അത്രയും ഒരു കഠിനമായ ശിക്ഷ കിട്ടിയത് അന്ന് എൻ്റെ ജീവിതത്തിൽ അത് ആദ്യമാണെന്ന് എൻ്റെ ഓർമ്മ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു തന്നിഷ്ടക്കാരനും ഒരു തോന്നിവാസിയായിട്ടായിരുന്നു എൻ്റെ വളർച്ച. പിന്നെ വർഷങ്ങൾക്ക് ശേഷം 1999 എൻ്റെ ഓർമ്മ ശരിയാണ്, ഏകദേശം എനിക്കൊരു 20 വയസ്സെങ്ങാണ്ടുള്ളപ്പോൾ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആ കാലഘട്ടം. അതിനുശേഷവും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ ആ സ്വഭാവത്തിന് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്നതല്ലാതെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവമായ യേശുവിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു എന്ന് എനിക്ക് ബോധ്യം വന്ന കാലഘട്ടം. ഏറെ വർഷക്കാലം പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ വളരെ സജീവമായിരുന്നു. ആത്മീയ ശുശ്രൂഷ മേഖലയിലൊക്കെ വളരെ സജീവമായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മഹത്വത്തിനായിട്ട്, തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നോണം എന്നെ ഒരു ട്രാവൽസിൽ ഒരു ഡ്രൈവറുടെ രൂപത്തിൽ എറണാകുളത്ത് എത്തിച്ച സംഭവം ഞാൻ ഇതിനു മുമ്പും ചില വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുന്നത് കളമശ്ശേരിയിലുള്ള ഒരു കേക്ക് കമ്പനിയിൽ ഡ്രൈവറായിട്ടായിരുന്നു. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ ഒരു ലോക്കൽ ട്രാവൽസ് കയറി. ഒരു 3 മാസം അവിടെ ജോലി ചെയ്തതിനു ശേഷം അവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളിലൂടെ എന്നെ നയിച്ച ഒരു അനുഭവം ഉണ്ടായി. എറണാകുളം കലൂരുള്ള ഒരു പെട്ടിപ്പീടിയക്കാരനാണെന്ന് എൻ്റെ ഓർമ്മ. അയാൾ പറഞ്ഞു, ഈ കടവന്ത്രയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട്, അതായത് കത്രിക്കടവ്. ഈ പാലം കയറി ഇറങ്ങി ആ പാലത്തിന്റെ വലത് സൈഡിലായിട്ട് കുറെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അത് സുധാകരൻ എന്ന് പറഞ്ഞ ഒരാളുടെ വണ്ടികളാണ്. അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പണി കിട്ടും. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലൈസൻസ് എല്ലാം കാണിച്ച് ഞാൻ ആ മനുഷ്യൻ, അയാളൊരു കൊങ്ങിണി ബ്രാഹ്മണനാണ്, ആ വ്യക്തിയെ പരിചയപ്പെട്ടു. അയാളുടെ വീട്ടിൽ തന്നെയാണ് ഓഫീസൊക്കെ. പ്രത്യേകിച്ച് മറ്റ് ട്രാവൽസിലുള്ള പോലെ ഒത്തിരി കമ്പൽസറിയോ ഒത്തിരി എന്നാ പറയണ്ടേ, ഒത്തിരി ഞെരുക്കുന്ന അവസ്ഥകളൊന്നുമില്ല. ഡ്രൈവർമാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, 15% പത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരു ദിവസം 2 ദിവസം അവിടെ തുടർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഞാൻ അതിനു മുമ്പ് എയർപോർട്ടിൽ വെച്ച് ഒരു ഡ്രൈവറിൽ നിന്ന് കിട്ടിയ എൻ്റെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡും പ്രകാരം ഞാൻ വേറൊരു ട്രാവൽസ് വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളൊരു ക്രിസ്ത്യനാണ്, MG റോഡ് ഭാഗത്തുള്ള ഒരു തേവര, MG റോഡ് തേവര ഭാഗത്തുള്ള ഒരു ട്രാവൽസ്. അയാൾ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് പറയും, ഇവിടെ 20% പത്തേ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് പറഞ്ഞു, മോനെ നീ ഇവിടുന്ന് പോകരുത്, ഇയാൾ നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും, നീ ഇവിടെ തന്നെ നിന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഞാനത് കേട്ടില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്, ഡോർമെറ്ററി ഉണ്ട്, കട്ടിലുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അന്നത്തെ കാലത്ത് ഇന്ത്യ കാറൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം. കാരണം അംബാസഡർ ഒക്കെ നിലവിലുള്ള കാലഘട്ടം. അംബാസഡർ കാറൊക്കെയാണ് ആദ്യം ചെല്ലുന്നവർക്ക് മിക്കവാറും ട്രാവൽസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഇന്ത്യ കാറിന്റെ ചാവി എടുത്ത് കയ്യിൽ തന്നു. 2 ദിവസം അവിടെ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ ഈ ഓടുന്നതിന്റെ എമൗണ്ടിനനുസരിച്ചിട്ടാണ് നമുക്ക് ശമ്പളം. അതായത് 1000 രൂപയ്ക്ക് 200 രൂപ, 20%. ഇപ്പറേ ഞാൻ ആദ്യം നിന്ന സ്ഥലം, അതായത് പരിശുദ്ധാത്മാവ് അവിടെ തന്നെ നിൽക്കുമ്പോൾ അവിടുന്ന് പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് 15% ഉള്ളൂ. പക്ഷെ അവിടെ എപ്പോഴും ഈ മേടിക്കുന്ന ട്രിപ്പിന്റെ എമൗണ്ട് കൂടുതലാണ്, എപ്പോഴും എമൗണ്ട് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് 15% കിട്ടിയാലും നഷ്ടമില്ല. അങ്ങനെ ആദ്യത്തെ ഈ പരിശുദ്ധാത്മാവ് പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരിച്ച് പരിശുദ്ധാത്മാവ് എവിടെ നിൽക്കാനാണോ പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ തിരിച്ചു തരും. പ്രിയപ്പെട്ടവരെ, പിന്നെ എനിക്ക് തോന്നുന്നു 1 വർഷക്കാലം അവിടെ തന്നെ തുടർന്നു. ആ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്ഥാപനം, ആ ഒരു ട്രാവൽസ് എറണാകുളത്ത് എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ ആത്മീയ ശുശ്രൂഷ മേഖലയിലും ഒക്കെ ഒരു അനുഗ്രഹമായി മാറി. അവിടെ സ്വന്തം കാലം നിന്ന് പിന്നീട് പല പരിപാടികളും തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് സഹായമായത് ആ ഒരു സുധാകരൻ എന്ന് പറഞ്ഞ ആ ഒരു സാറിൻ്റെ ആ ഒരു പരിശുദ്ധാത്മാവ് എന്നെ പറഞ്ഞ് വിട്ട് ആ സ്ഥാപനത്തിലെ നിൽക്കാൻ ഇടവന്നതാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ആത്മീയ ശുശ്രൂഷ മേഖലയിലൊക്കെ അധികാരികളുടെ മുമ്പിൽ പലപ്പോഴും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ
ദൈവം സംസാരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അനുസരണക്കേട് ഞാൻ പരമാവധി കാണിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ചില സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പോലും ധിക്കരിക്കുന്ന ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന്റെ തക്ക ശിക്ഷ, അതിന്റെ പരിണിത ഫലം ഞാൻ അനുഭവിക്കാൻ ഇടവന്നിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട്, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി വേദനിക്കേണ്ട അനുഭവങ്ങൾ, ദുഃഖിക്കേണ്ട അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗവും പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുസരിക്കുകയും, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനുസരണം എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരത്തുള്ള മിൽമയുടെ സൊസൈറ്റിയിലേക്ക് പാല് മേടിക്കാനായിട്ട് പോകുന്നത് വരെയും എൻ്റെ മനസ്സിൽ ഇന്ന് എന്ത് പറയണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് ഇന്ന് ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ എന്നോട് പറഞ്ഞു, അനുസരണത്തെക്കുറിച്ച് പറയാം. അങ്ങനെ ഈ ഒരു സമയം, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ചിന്തിച്ച്, ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലേക്ക് പകർന്നു തന്ന ചില വിലയേറിയ ചിന്തകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, 3 മക്കളുണ്ട്, ഭർത്താവ്, കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് അവരുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ അപ്പനും അമ്മയും ആകുന്നത് പറഞ്ഞതാ ഈ വിവാഹത്തിന് നിൽക്കരുതേ. അന്ന് എൻ്റെ ആ പ്രായത്തിന്റെ ആ രക്തത്തിളപ്പിൽ, ആ പ്രായത്തിന്റെ ആ മൂട അവസ്ഥയിൽ അന്ന് അവരൊക്കെ എനിക്ക് ശത്രുക്കളായിട്ടാണ് തോന്നി. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ വരുന്നത് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാ പറഞ്ഞെന്നുള്ള ചിന്തയിൽ അവരെ ഞാൻ ഒരു ശത്രുക്കളായിട്ടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് അവർ പറഞ്ഞത് ഞാൻ കേട്ടില്ല, അവരെ ഞാൻ അനുസരിച്ചില്ല. ഇന്ന് അതിന്റെ പരിണിത ഫലം ഞാൻ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഹോദരി എന്നോട് പറഞ്ഞൊരു വാക്കാം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സ്വന്തം മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അധികാരികളെയൊക്കെ അനുസരിക്കാത്ത നിമിത്തം ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ പോകുന്ന നിരവധി വ്യക്തികൾ, പ്രത്യേകിച്ച് യുവതിവാക്കൾ, ആൺമക്കളും പെൺമക്കളും മാതാപിതാക്കളെ അനുസരിക്കാത്ത നിമിത്തം ഇന്ന് ഒത്തിരിയേറെ മക്കൾ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രശ്നമാണ് ഭർത്താവിനെ അനുസരിക്കാൻ ഭാര്യ എന്ന ഭർത്താവിന്റെ അടിമയാണ് എന്നൊരു ചോദ്യം. ഭർത്താവിനെ അനുസരിക്കാനായിട്ട്, എല്ലാ കാലവും ഭർത്താവിനെ അനുസരിക്കാനായിട്ട് ഞാൻ ഭർത്താവിന്റെ അടിമയാണോ എന്നൊരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഒരു ഫുട്ബോൾ ടീം, ഒരു വോളിബോൾ ടീം, ഒരു ക്രിക്കറ്റ് ടീം, ഇതിലൊക്കെ ഒരു ക്യാപ്റ്റനുണ്ട്. ആ ടീമിന്റെ ആ കളി സക്സസ് ആകണമെങ്കിൽ, ആ ടീം ആ കളിയിൽ വിജയിക്കണമെങ്കിൽ ഈ ക്യാപ്റ്റൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ ടീം അംഗങ്ങൾ എല്ലാവരും തുല്യമായിട്ട് അനുസരിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഒരു സ്ഥാപനത്തിൽ ചെന്നാലും, എവിടെ ചെന്നാലും, ഇപ്പം 500 പേരാ മുതൽ ഇനി 5 പേരെ ഉള്ളെങ്കിലും ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഫാക്ടറി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നേതൃത്വം കൊടുക്കാനായിട്ടൊരു വ്യക്തി ഉണ്ടായിരിക്കണം. ആ വ്യക്തിയെ എല്ലാവരും അംഗീകരിക്കണം. ആ വ്യക്തി പറയുന്നത് എല്ലാവരും അനുസരിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിലെ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, 3, 4, 5 മക്കൾ. അവിടെ ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് ഒരു വ്യക്തി വേണം. ഇപ്പൊ കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ ഭർത്താവ് തന്നെ ആയിരിക്കണം. ആ ഭർത്താവിനെ ഭാര്യ അനുസരിക്കുന്നത് കണ്ടിട്ട് വേണം ഈ നാളെ ഇവരെ രണ്ടുപേരെ ഈ മക്കൾ അനുസരിക്കാൻ. എന്നാൽ ചില സാഹചര്യത്തിൽ ഈ കുടുംബനാഥ അവളൊരു ജ്ഞാനമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ചില സാഹചര്യത്തിൽ ഈ ഭർത്താവ് ഭാര്യ പറയുന്നത് അനുസരിക്കണം. ഈ അനുസരണം എന്ന് പറയുന്നത് അതൊരു നിയമത്തിന്റെ പേരിലല്ല, അതിലുപരിയായിട്ട് അതൊരു സ്നേഹത്തിന്റെ പേരിലായിരിക്കണം അത് ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിക്കാനും സാധിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടല്ല. ഇതിന്റെ എല്ലാം ഇതിന്റെ എല്ലാം മേലെ നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സ്നേഹമായിരിക്കണം. സ്നേഹമില്ലെങ്കിൽ ഉൾക്കൊള്ളാനോ അനുസരിക്കാനോ അതിനെ അംഗീകരിക്കാനോ സാധിക്കുകയില്ല. ചില കുടുംബത്ത് ജോണേ എന്ന് പറഞ്ഞ ഒരു അലർച്ച ഭാര്യ അലറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ മുട്ട് കൂട്ടിയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ അവരുടെ ആ കുടുംബത്തിലും മക്കളുടെ ജീവിതത്തിലും ഇതിന്റെയൊക്കെ പ്രതിഫലനങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആ മക്കളുടെ ഒന്നും ജീവിതം സക്സസ് ആകത്തില്ല. അതുപോലെ ചില സാഹചര്യങ്ങളിൽ മക്കൾ പറയുന്നത് മാതാപിതാക്കൾ അനുസരിക്കേണ്ട അവസ്ഥകൾ വരും. ചില കാര്യങ്ങൾ അവരുടെ അറിവും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ചില സാഹചര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചില കാര്യങ്ങൾ അവർ പറയും. എന്തുകൊണ്ടാണ് അപ്പനും അമ്മയ്ക്കും അത് കേട്ടാൽ? ആദ്യം ഞാൻ പറഞ്ഞതാണ്, ഇതൊരു നിയമത്തിന്റെ പേരിലല്ല. ഒരു കുടുംബത്തിൽ ശരിയായ കാര്യം ആര് പറഞ്ഞാലും അതിനെ അനുസരിക്കാനും ഉൾക്കൊള്ളാനും അവിടെ എല്ലാവരും ബാധ്യസ്ഥരാണ്. പറഞ്ഞു മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, ഏതൻ തോട്ടത്തിലേക്ക് നോക്കും, പർദീസയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു അനുസരണക്കേടിന്റെ ഒരു ദുർഭൂതം ഉണ്ടായിരുന്നു. ഒരു ദുർഭൂതം ഈ ഹവ്വായുടെ തലയിൽ ആ ദുർഭൂതം കയറുന്നത് വരെ
ആ പറുദീസയിൽ വസിച്ചിരുന്ന എല്ലാ പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം ഈ ആദത്തെ ഹവ്വായെയും പൂർണ്ണമായിട്ട് അനുസരിച്ചിരുന്നു. അവര് എപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചോ ആ നിമിഷം മുതൽ പിന്നെ അവിടെയുള്ള ഒരു ജീവികളും ഇവരെ അനുസരിക്കാതെ ആയെന്ന് മാത്രമല്ല, ഇവരെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പിന്നീട് ആ പറുദീസയുടെ ആ ഒരു സുഖസുഷുപ്തിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് പിന്നെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രപഞ്ചം, ഈ ഭൂമി മുഴുവൻ ആ സൃഷ്ടാവ് ഒരുക്കിയിരിക്കുന്ന ഒരു അച്ചുതണ്ടിലാണ് ഇത് കിടന്ന് തിരിയുന്നത്. അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന പാതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടാവായ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു പാതയെ പിൻചെല്ലുന്നതുകൊണ്ടാണ് ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്, മനുഷ്യൻ ഒഴികെ. പ്രിയപ്പെട്ടവരെ, ഇത് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയും ഈ മറ്റു ഗോളങ്ങളും സൂര്യനും ഉൾപ്പെടെ അതിന് പുറത്തായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകുന്നത്. ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയും ഈ സൗരയൂഥവും ഈ പ്രപഞ്ചവും മുഴുവൻ തീർന്നു പോകും. പലപ്പോഴും നമ്മുടെ ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണെന്നറിയോ ഈ പ്രകൃതിക്ഷോഭങ്ങളും കടൽക്ഷോഭവും പ്രകൃതിക്ഷോഭവും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? മനുഷ്യൻ കാണിക്കുന്ന അനുസരണക്കേട് കണ്ട് മടുത്തു കഴിയുമ്പോൾ ഈ പ്രകൃതി എന്ത് ചെയ്യും? അത് ഏറ്റുവാങ്ങും. ഈ പ്രകൃതി ആ അനുസരണക്കേടിനെ ഏറ്റെടുക്കും. ഇവൻ ചെയ്തു കൂട്ടുന്ന അനീതിയും അനുസരണക്കേടും മുഴുവൻ ഈ പ്രകൃതി സ്വാംശീകരിച്ച് അത് കാണിക്കും. ഒരു അവസാന നിമിഷത്തിലൊരു അനുസരണക്കേട് അതോടെ തീരും. ആര് തീരും? ദൈവമാണോ തീരുന്നത്? അല്ല, ഇതിന്റെ എല്ലാം കാരണക്കാരായ മനുഷ്യൻ തന്നെ തീരും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ ചരിത്രം ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ മുഴുവൻ അനുസരണക്കേടിന്റെ ഒരു ചരിത്രമാണ്. നമുക്ക് തിരുവചനത്തിലേക്ക് ഒന്ന് പോവാം. പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യം, അതിന് കുറച്ച് പുറകിൽ നിന്ന് തൊട്ടേ ഞാൻ വായിക്കുകയാണ്. അതായത് 3-ാം വാക്യം മുതലേ ഞാൻ വായിക്കുക. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ഒരു ദേശം കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഇസ്രായേലിനോട് മോശ വഴിയായിട്ട് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവം പറയുന്ന അനുസരിച്ച് ചെയ്തോളാം. മോശയോട് പറഞ്ഞു. മോശ എന്ത് ചെയ്തു? അവർ പറഞ്ഞ കാര്യം പോയിട്ട് ദൈവത്തോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം വീണ്ടും പറയുകയാണ് നിയമാവർത്തനത്തിന്റെ പുസ്തകം. നിയമാവർത്തനം 11-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 27-28. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പറയുന്നത് കേട്ടോളാം എന്ന് വാക്ക് കൊടുത്ത ഇസ്രായേൽ ജനം പിന്നെ ചെയ്തു തന്നാന്നറിയോ? പിന്നെ അവർ ചെയ്തത് മുഴുവൻ അവർക്ക് 10 കൽപ്പനകൾ കൊടുത്തു. 10 കൽപ്പനകൾ കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട്, ജീവിതത്തെ ക്രോഡീകരിക്കാൻ, ജീവിതത്തെ നിയന്ത്രിക്കാൻ ദൈവം അത്രമാത്രം അവരെ കരുതി. അവരുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ, അവരുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ, അവർ തന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാനായിട്ട് 10 കൽപ്പനകൾ വരെ കൊടുത്തു. എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അവർ ദൈവത്തിന്റെ മഹത്വം നേരിട്ട് കണ്ടു. സീനായി മാമലയുടെ അടിവാരത്ത് നിന്നുകൊണ്ട് ആ അതിർത്തിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്ന് മോശയിൽ നിന്ന് അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. അതിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് മേഘത്തിന്റെ രൂപത്തിൽ, കനമുള്ള മേഘത്തിന്റെ രൂപത്തിൽ വന്ന ആ ദൈവത്തിന്റെ ആ മഹത്വം അവർ നേരിൽ കണ്ണുകൊണ്ട് കണ്ടു. എന്നിട്ടും പല സന്ദർഭങ്ങളിലും അവർ ദൈവത്തെ മറന്ന് ദൈവത്തിന് എതിരെ ധിക്കാരം പ്രവർത്തിച്ചു. അതിനെല്ലാം അവർ തക്ക ശിക്ഷ അനുഭവിക്കുന്നതായിട്ടാണ് പിന്നീടുള്ള വചനഭാഗങ്ങളിൽ മുഴുവൻ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. പ്രിയപ്പെട്ടവരെ,
ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവത്തെ ധിക്കരിച്ച, ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ച ഹവ്വായുടെ ഉദരത്തിൽ അനുസരണക്കേടിന്റെ ഒരു രൂപം, അവളുടെ ഗർഭത്തിൽ രൂപം കൊണ്ടു. കായൻ അനുസരണക്കേട് കാണിച്ച ഹവ്വ അനുസരണക്കേടിനെ പ്രസവിച്ചപ്പോൾ, പാപത്തെ പ്രസവിച്ചപ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് അനുസരണത്തിലൂടെ വിധേയപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ ദൈവമാതാവ്, രക്ഷകനായ യേശുവിനെ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, ആദം അനുസരണം മൂലം ഈ ഭൂമിയിലേക്ക് പാപത്തെ കൊണ്ടുവന്നപ്പോൾ, യേശുക്രിസ്തു അനുസരണം മൂലം അവിടുന്ന് ഈ ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തു. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 8-ാം വാക്യം പറയുകയാണ്, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. കുടുംബജീവിതത്തിൽ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അനുസരണം ഇല്ലാതെ ഒരു കുടുംബവും അനുഗ്രഹം പ്രാപിക്കുകയില്ല. ഒരു കുടുംബവും അനുഗ്രഹം പ്രാപിക്കുകയില്ല. ഒന്ന് സാമുവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം പറയുകയാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം പറയുകയാണ്, ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരായി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദത്തിന്റെ അനുസരണക്കേട് നിമിത്തം ഈ ഭൂമിയിലുള്ളവർ പാപികളായി തീർന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുസരണം മൂലം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനും നീതി ഉള്ളവരായി എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അനുസരണം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ പകർന്നു കൊടുക്കേണ്ട ഒന്നാണ്. പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ പകർന്നു കൊടുക്കേണ്ട ഒന്നാണ്. എങ്ങനെയാണ് പകർന്നു കൊടുക്കുന്നത്? അവർ പരസ്പരം സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ച് ജീവിക്കുന്നത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ, അവർ സഹോദരങ്ങൾ പരസ്പരം അനുസരിക്കും, അതോടൊപ്പം അവർ മാതാപിതാക്കളെ അനുസരിക്കും. പറഞ്ഞു മനസ്സിലായത്? അവർ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരുടെ വികാരിയച്ഛനെ അനുസരിക്കും, സിസ്റ്റേഴ്സിനെ അനുസരിക്കും, അവരുടെ അധ്യാപകരെ അനുസരിക്കും. അവർ കടന്നു ചെല്ലുന്ന ഓരോ മേഖലയിലും അവരെക്കാളും പ്രായത്തിന് മുതിർന്നവർ പറയുന്നത് ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ അനുസരിക്കും. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ജീവിതശൈലി രോഗങ്ങളില്ലാത്ത മനുഷ്യന്മാർ കുറവാണ്. സത്യത്തിൽ ഓരോരുത്തരോടും അവരവരുടെ ശരീരങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ശരീരങ്ങൾ കൊടുക്കുന്ന ചില സൂചനകൾ, പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് അനുസരിക്കാത്തത് നിമിത്തമാണ് ഈ ശരീരം പിന്നെ ഇതിനെ അനുസരിക്കാതെ വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? അനുസരണം കെട്ടവൻ എന്ന് പറയുന്നത് ഒരു റിമാർക്കാണ്. ആ ഒരു റിമാർക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ തിരസ്കരിക്കപ്പെടും, മാറ്റി നിർത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, പരസ്യജീവിതകാലത്ത് തങ്ങളുടെ ഗുരു എന്താണോ പറയുന്നത് അത് മാത്രം അനുസരിച്ചാണ് ആ 12 പേരും യേശുവിന്റെ പിന്നാലെ അനുഗമിച്ചിരുന്നത്. യേശുവിനെ അവർ ഒരിക്കൽ പോലും ധിക്കരിക്കുകയോ അനുസരണക്കേടോ അവർ കാണിക്കുകയോ ചെയ്തില്ല. പക്ഷെ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് യേശു മാനസിക വേദനയാൽ പിടയുന്ന സമയം അവിടുന്ന് അവരെക്കാൾ ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ച സമയങ്ങളിലൊക്കെ ഇടയ്ക്ക് ഇവരെ എടുത്ത് വന്നിട്ട് ഇവരോട് പറഞ്ഞു, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതവരനുസരിച്ചില്ല. അതനുസരിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ അന്നേരം അവർക്കില്ലായിരുന്നു. എന്ത് സംഭവിച്ചു? അല്പസമയം കഴിഞ്ഞ് പുരോഹിതരും പടയാളികളും ഒക്കെ യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവിനെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കണം. കാരണം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എപ്പോൾ ഏത് സമയം ആരിലൂടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മാതാപിതാക്കളിലൂടെ ആകാം, ചിലപ്പോൾ അധികാരികളിലൂടെ ആകാം, ചിലപ്പോൾ മക്കളിലൂടെ ആകാം, ചിലപ്പോൾ ഭാര്യയിലൂടെ ആകാം, ചിലപ്പോൾ ഭർത്താവിലൂടെ ആകാം, ചിലപ്പോൾ സഹപ്രവർത്തകനിലൂടെ ആകാം, ചിലപ്പോൾ സഹപാഠിയിലൂടെ ആകാം. ആരിലൂടെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. തന്നോട് സംസാരിക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവാണെന്നുള്ള ആ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സും മനസാക്ഷിയും എപ്പോഴും നിർമ്മലമായിരിക്കണം. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ബാലാമിനോട് സംസാരിക്കുന്നത് കഴുതയാണ്. ബാലാമിനോട് സംസാരിക്കുന്നത് കഴുതയാണ്. അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കഴുതയാണ്. അതുകൊണ്ട് ഏത് വിധത്തിലാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകില്ല. അത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മനസ്സും മനസാക്ഷിയും എപ്പോഴും നിർമ്മലമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അനുസരണം എന്ന് പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ, നമ്മൾ ഇന്നത്തെ ധ്യാന വിഷയമായിട്ട് എടുക്കുമ്പോൾ
പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരാത്തതിന്റെ കാരണം, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകാത്തതിന്റെ കാരണം എൻ്റെ ജീവിതത്തിലെ അനുസരണക്കേടാണോ എന്നൊന്ന് ആത്മശോധന ചെയ്യുക. ഇന്ന് ഈ വീഡിയോ കാണാനിട വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശ്വരന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കട്ടെ. അനുസരണം എന്ന പുണ്യം, പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന ആ 7 പുണ്യങ്ങളിൽ ഒന്നായ അനുസരണം എന്ന പുണ്യം കൃപയായി സ്വീകരിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.